അപ്പോൾ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. നമുക്ക് നല്ല ദിവസത്തിൽ നല്ല കാര്യങ്ങളുമായിട്ട് തുടങ്ങാം അല്ലേ. അപ്പം നല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം മലയാള സിനിമയിലെ അതുപോലെ തന്നെ വാർത്താ ചാനലുകളിലെല്ലാം ഓടിക്കളിക്കുന്ന അല്ലെങ്കിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എമ്പുരാൻ എന്ന ചിത്രത്തിൻ്റെ. എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയായിരിക്കും എല്ലാവരും കാത്തിരിക്കുന്നത്. പുതിയ പുതിയ റെക്കോർഡുകൾ, എന്താണ് പുതിയ വാർത്തകൾ എന്നതിനെപ്പറ്റി അറിയാൻ വേണ്ടി എല്ലാവരും ആകാംക്ഷയോട് കാത്തിരിക്കുകയായിരുന്നു. ഒരു അവധി ദിനത്തിൻ്റെ ആലസ്യത്തിരിക്കുന്ന എല്ലാവരും എനിക്ക് തോന്നുന്നു എമ്പുരാനെ പറ്റിയുള്ള വാർത്തകൾ അറിയാൻ രാവിലെ തന്നെ കാത്തിരിപ്പായിരിക്കാം. അപ്പം നമ്മുടെ ചാനൽ തുടങ്ങിയാണ്. അപ്പം പുതിയ പുതിയ വാർത്തകൾ അറിയുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട ഇന്നലത്തെ കളക്ഷൻ എന്താണ്? കേരളത്തിൽ ഇന്നലെ പ്രതീക്ഷിക്കുന്ന കളക്ഷൻ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, 10 കോടിക്ക് മുകളിലായിരിക്കും. ഏകദേശം 12 കോടി 10 കോടിക്കുള്ളിൽ തന്നെയായിരിക്കും. അതുതന്നെയാണ് നമുക്ക് കിട്ടുന്ന വാർത്ത. 11 കോടി 1 ലക്ഷം രൂപയാണ് ഇന്നലെ കേരളത്തിൽ നിന്ന് ഈ ചിത്രം കളക്ട് ചെയ്തത്. എനിക്ക് തോന്നുന്നു മലയാള സിനിമയുടെ ചരിത്രത്തിന് ആദ്യത്തെ സംഭവമാണെന്ന് തോന്നുന്നു. അപ്പോൾ മലയാള സിനിമയുടെ ചരിത്രത്തിന് ആദ്യമായിട്ടായിരിക്കും ഒരു ചിത്രം 2 തവണ 10 കോടി കടക്കുന്നത് അല്ലേ. അപ്പം 10 കോടി കടക്കുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായൊരു സംഭവമായിരുന്നു. 12 കോടി ലിയോയുടെ കളക്ഷൻ കടക്കുക എന്നുള്ളത്. പക്ഷേ രണ്ടാമത്തെ പ്രാവശ്യവും ലിയോയുടെ ചിത്രത്തിൻ്റെ അടുത്തെത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത, മലയാള സിനിമയുടെ ചരിത്രത്തിൽ 10 കോടി 12 കോടി ഒക്കെ കടന്ന ഒരു ചിത്രമായി, അല്ലെങ്കിൽ 14 കോടി 15 കോടിയൊക്കെ കടന്ന ചിത്രമായി എമ്പുരാൻ മാറി. അങ്ങനെ പല റെക്കോർഡുകളും എമ്പുരാൻ്റെ പേരിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ ഏറ്റവും എടുത്ത് കാണേണ്ടത്. അതുപോലെ തന്നെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ 3 ആദ്യത്തെ 15 കോടി എമ്പുരാൻ നേടിയത് ആദ്യ ദിന കളക്ഷൻ. 2ാം സ്ഥാനം ലിയോയ്ക്കാണ്. 3ാം സ്ഥാനം വീണ്ടും എമ്പുരാനിൽ വന്ന് നിൽക്കുന്നു. അത് 5ാമത്തെ ദിവസം 4ാമത്തെ ദിവസം 11 കോടി 1 ലക്ഷം നേടി 3ാം സ്ഥാനത്ത്. അങ്ങനെ മലയാള സിനിമയുടെ ചരിത്രം 2 ചരിത്രവും എമ്പുരാനോടൊപ്പം ആണെന്നുള്ളൊരു പ്രത്യേകതയും ഈ വീഡിയോയ്ക്കുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ വിറ്റ ടിക്കറ്റിൻ്റെ എണ്ണം ഓർക്കുമ്പം നമ്മൾ ഞെട്ടലാണ് ഉണ്ടാകുന്നത്. ഇന്നലെ എമ്പുരാൻ്റെ റെക്കോർഡുകൾ ചില്ലറയൊന്നുമല്ല. എമ്പുരാൻ 4,09,000 ടിക്കറ്റാണ് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് 24 മണിക്കൂർ കൊണ്ട് വിറ്റുപോയത്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു ഇന്നലെ ടിക്കറ്റ് ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റിൻ്റെ പ്രളയമായിരുന്നു. അങ്ങനെ ബുക്ക് മൈ ഷോയിൽ നിന്ന് മാത്രം 4,09,000 ടിക്കറ്റാണ് വിറ്റുപോയത്. ഒരു വല്ലാത്ത റെക്കോർഡായിപ്പോയില്ലേ. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നിൽക്കുന്ന ചിത്രങ്ങളുടെ അവസ്ഥയും കൂടെ പരിഗണിക്കുമ്പം നമുക്കിത് കൃത്യമായിട്ട് മനസ്സിലാകും എന്നുള്ളതാണ്. അപ്പം റിലീസ് ചെയ്ത ചിത്രത്തിൻ്റെ അവസ്ഥ. അപ്പോൾ ഒന്ന് നമ്മുടെ സിക്കന്ദർ സിക്കന്ദറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യൻ സൂപ്പർ സ്റ്റാറായ സൽമാൻ ഖാൻ അഭിനയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒത്തിരി നാളിന് ശേഷം ഒരു ചിത്രം വരുന്നു. എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമാണ്. സൽമാൻ്റെ ചിത്രം ഇറങ്ങിയെങ്കിലും 2,71,000 ടിക്കറ്റ് മാത്രമേ കരസ്ഥമാക്കാൻ സൽമാൻ്റെ ചിത്രത്തിന് കഴിഞ്ഞുള്ളൂ. ആ സ്ഥാനത്താണ് എമ്പുരാൻ 4,09,000 ടിക്കറ്റ് വിറ്റ് 1ാം സ്ഥാനം നിലനിർത്തിയത്. അത് 4ാമത്തെ ദിവസം ആണ് എന്ന് ഓർക്കണം. 4ാമത്തെ. അതുപോലെ തന്നെ മറ്റൊരു ചിത്രമായിരുന്നു ധീര സൂര്യ, നമ്മുടെ വിക്രമിൻ്റെ ചിത്രമാണ്. വിക്രമിൻ്റെ ചിത്രം വിറ്റത് കേവലം 1,07,000 ടിക്കറ്റാണ്. ചിത്രത്തെപ്പറ്റി നല്ല പോസിറ്റീവായ പ്രതികരണങ്ങൾ തന്നെയാണ്. എമ്പുരാനേക്കാളും പോസിറ്റീവായ പ്രതികരണങ്ങളാണ് ചിത്രത്തിന് കിട്ടുന്നത്. പക്ഷേ ടിക്കറ്റ് വിൽപ്പനയിൽ ഇത് പ്രതിഫലിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കഷ്ടം. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കണ്ട ഒരു സംഭവം, ഇന്നലെ 11 കോടി കേരള കളക്ഷനിൽ നിന്ന് കിട്ടിയ എമ്പുരാൻ എന്ന് പറഞ്ഞ ചിത്രം ഇന്ന് കേരളത്തിൽ നിന്ന് 50 കോടി തികയ്ക്കുന്ന ഒരു മലയാള ചിത്രമായി മാറി. കേരളം എന്ന് പറയുന്ന സംസ്ഥാനം, നമ്മുടെ കേരളത്തിൽ നിന്ന് 50 കോടി തികയ്ക്കുന്ന, അത് കേവലം 5ാമത്തെ ദിവസം കൊണ്ട് 50 കോടി തികയ്ക്കുന്ന ഒരു മലയാള സിനിമയായി എമ്പുരാൻ ഇന്ന് മാറും എന്ന് ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. ഇപ്പം 44 കോടിക്കടുത്താണ് ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ കളക്ഷനും കൂടെ പരിശോധിക്കുമ്പോൾ നമുക്ക് കൃത്യമാകും ഇന്ന് 50 കോടി തികയ്ക്കുന്ന മലയാള ചിത്രമായി എമ്പുരാൻ മാറും. അത് ഓവർസീസിൽ നിന്ന്, ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്ന്
100 കോടി തികയ്ക്കുന്ന ഒരു മലയാള ചിത്രമായി എമ്പുരാൻ മാറുന്നു എന്നുള്ള പ്രത്യേകത ഇന്നത്തെ ദിവസത്തിനുണ്ട്. കൂടാതെ നമ്മൾ ഇന്ന് നോക്കിക്കാണുന്ന വേറെ സംഗതി എന്ന് പറയുന്നത് ഒരു 175 കോടിയാണ് ഇന്ന് എമ്പുരാൻ ചെന്ന് നിൽക്കുന്നത്. 175 കോടി, അതിന് പ്ലസ് അതിന് മുകളിലായിരിക്കാം എമ്പുരാൻ ഇന്നലത്തെ കളക്ഷനോട് ചെന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് ഇന്ന് എമ്പുരാൻ നേടുന്നത് മലയാള സിനിമയുടെ മറ്റൊരു നാഴികക്കല്ല് കൂടിയാവും. ഒരാഴ്ച തയ്ക്കുന്നതിന് മുമ്പ് 200 കോടി നേടുന്ന ഒരു മലയാള സിനിമയും എമ്പുരാനായി മാറും. ഇന്നത്തെ പ്രത്യേകത അതുതന്നെയാണ്. അപ്പോൾ ഇന്നത്തെ പല പ്രത്യേകതയുണ്ട് എമ്പുരാനെ പറ്റി. ആദ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് 50 കോടി തയ്ക്കുന്നു, ഇന്ത്യക്ക് പുറത്തു നിന്ന് 100 കോടി തയ്ക്കുന്നു, അതുപോലെ തന്നെ വേൾഡ് വൈഡായിട്ട് 100 കോടി തയ്ക്കുന്ന മലയാള സിനിമയായി എമ്പുരാൻ മാറും എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകതകൾ. അപ്പോൾ എമ്പുരാനെ സംബന്ധിച്ച് ഒത്തിരി പ്രത്യേകതകളുള്ള ദിവസമാണ് ഇന്ന്. അപ്പം എന്താണ് പറയുക, അങ്ങനെ ഇന്നത്തെ ദിനം പെരുന്നാൾ ദിനമാണ്, ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ്. അപ്പം നോയമ്പുമൊക്കെ കഴിഞ്ഞ് ഇന്നും കളക്ഷനുകൾ കുതിച്ച് കയറും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നലെ ട്രാക്കേഴ്സ് കിട്ടിയ കണക്കും പ്രകാരം 7,50,00,000 രൂപയാണ് ഇന്ന് അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ നടന്നത്. 7,50,00,000 എന്ന് പറയുമ്പോൾ 7,50,00,000-ൽ 88,000 രൂപ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ മാത്രം നേടിയിട്ടുണ്ട്. അപ്പോൾ നിശ്ചയമായിട്ട് ഈ ചിത്രം ഇന്ന് 9 കോടി റേഞ്ചിൽ ഇന്ന് ചെന്ന് നിൽക്കും. അതുതന്നെയാണ് ഞാൻ പറഞ്ഞത്. അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ മാത്രമായിട്ട് എമ്പുരാൻ 50 കോടി കേരളത്തിൽ നിന്ന് കടന്നിരിക്കുകയാണ്. അതുകൊണ്ട് നിശ്ചയമായിട്ടും നമുക്ക് പുതിയ റെക്കോർഡുകളുമായിട്ട് എമ്പുരാൻ തിളങ്ങുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പെരുന്നാൾ ആശംസകൾ. നമ്മുടെ ചാനൽ ഒന്ന് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഇങ്ങനെയുള്ള സിനിമാ വാർത്തകൾക്കും എമ്പുരാൻ വാർത്തകൾക്കുമായി വീണ്ടും ഞാൻ എത്താം. അതുവരെ ഓക്കെ, ബൈ.